എന്ത്? നിസ്കാരം അല്ലേ? ആ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വൃത്തിയാകണം. എന്താകണം? വൃത്തിയാകണം. നമ്മൾ മംഗലത്തിന് പോലില്ലേ? എങ്ങനെ മംഗലത്തിന് പോലി? അല്ല, അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ട് അല്ലേ, കുളിച്ച് വൃത്തിയായി അടിപൊളി ഡ്രസ്സിട്ട് അത്രയെല്ലാം ഇട്ടിട്ടല്ല പോലി. അതെന്തിനാ അങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കുളിച്ചിട്ടെല്ലാം പോന്നേ? എന്തിന്? നമ്മളെ നാറ്റം വരാതിരിക്കാനല്ലേ? അല്ലെങ്കിൽ നാറുന്ന ഡ്രസ്സോടെല്ലാം പോയാൽ ആൾക്കാർ നമ്മളെ ഒക്കെ കൂട്ടോ? ഇല്ല, എന്താകൂല, ഒക്കെ കൂട്ടൂല. എല്ലാവരും എന്താക്കുക? ഈ നാറുന്നിട്ട് എന്താക്കും? ദൂരത്താക്കും. അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? അപ്പം അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വൃത്തിയോടെ നിൽക്കണ്ടേ? അപ്പം എന്താകണം? വൃത്തി വേണം. അപ്പം നിസ്കാരത്തിൽ വൃത്തിയാകുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന്? വുളൂ. എന്തെന്ന്? വുളൂ. എന്തെന്ന്? നിങ്ങൾക്ക് വുളൂ ചെയ്യാനറിയോ? നിങ്ങൾ വുളൂ ചെയ്യുന്നത് കണ്ടിനാ? ഉപ്പമാരെല്ലാം വുളൂ ചെയ്യുന്നത് കണ്ടിനാ? അപ്പം എന്താക്കണം? ഉസ്താദിൻ്റെ വീഡിയോ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ അത് നോക്കിയിട്ട് പഠിച്ചിട്ട് അതേപോലെ ഉമ്മ വുളൂ ചെയ്യുന്നത് ഉപ്പ വുളൂ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് എന്താക്കണം? നിങ്ങൾ പഠിക്കണം. ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്താണ് എന്ത് പറഞ്ഞത്? നിസ്കാരം. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വുളൂ വേണം, വൃത്തി വേണം. ആ വൃത്തിക്ക് പറയുന്ന പേരാണെന്ന് വുളൂ. എന്തെന്ന്? വുളൂ. ഇന്ന് എങ്ങനെ വുളൂ ചെയ്യേണ്ടത് നമുക്ക് വീഡിയോ കണ്ടിട്ട് പഠിച്ചില്ലേ? ഇനി കിതാബിൽ നോക്കിയിട്ട് പഠിക്കാം. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? കൈവച്ചല്ലാരും കിതാബിൽ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിലെന്താക്കണം? കരുതണം. വായോട് പറയലോട് കൂടെ എന്താക്കണം? മനസ്സിൽ കരുതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കണം? മുൻകൈ രണ്ടും എന്താക്കണം? കഴുകണം. മുൻകൈ രണ്ട് കഴുകുക. മുൻകൈ രണ്ടും കഴുകുക. അപ്പം മുൻകൈ കഴുകുമ്പോൾ എന്താ മനസ്സിൽ കരുതേണ്ടത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. എന്ത് കരുതണം? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് മുൻകൈ കഴുകണം. അപ്പോൾ എന്താ പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. കണ്ട ഉസ്താദ് അവിടെ ചിത്രത്തിൽ കൈ കഴുകുന്നത് കാണുന്നുണ്ടാ? അതിന് മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയോ? പല്ല് തേക്കല്. എന്തെന്ന്? പല്ല് തേക്കണം. അപ്പോൾ വുളൂ എടുക്കുമ്പോൾ എന്താക്കണം? പല്ല് തേക്കണം. മിസ്വാക്ക് ചെയ്യലിന് എന്താ പറയല്? പല്ല് തേക്കൽ. അപ്പോൾ മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താ ചെയ്യേണ്ടത്? പല്ല് തേക്കുക. ഇനി വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. വായിൽ വെള്ളം കൊപ്പിളിക്കലോടുകൂടെ എന്താക്കണം? മൂക്കിൽ വെള്ളം. അപ്പോൾ ഒരു കയ്യിൽ വെള്ളം കോരിയിട്ട് വായും മൂക്കിലേക്ക് അടുപ്പിച്ചിട്ട് എന്താക്കുക? വായിൽ വെള്ളം പൊക്കലോടുകൂടെ മൂക്കിലേക്ക് മെല്ലെ മേക്കോട്ടൊക്കെ വലിക്കുക. നല്ലോണം വലിക്കണ്ട, കുറച്ച് വലിച്ചാൽ മതി. എന്നിട്ട് ഇടത്തേ കൈ കൊണ്ട് എന്താക്കണം? മൂക്ക് ചീന്തിയിട്ട് മൂക്കിലെ വെള്ളം കളയണം. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം എന്നറിയോ? ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. എന്നിട്ട് മുഖം കഴുകണം. എന്താക്കണം? മുഖം കഴുകണം. തടവിയല്ല വേണ്ട, പിന്നെ എന്താക്കണം? മുഖം കഴുകേണ്ടതാണ് ചെയ്യേണ്ടത്. മുഖം എന്താക്കണം? കഴുകണം.